30-ാമത്തെ വയസ്സിൽ യോർദാനിലേക്ക് ചെല്ലുകയാണ്. അപ്പം നാട്ടുകാർക്ക് ആർക്കും യേശു ആരാന്നറിയത്തില്ല. സഹോദരന്മാർക്കും ഇവനെ വലിയ അംഗീകാരമില്ല. കാരണം ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന വേറെ സഹോദരന്മാരുണ്ട്. അവരിവൻ ദൈവമാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാനൊന്നും അന്ന് തയ്യാറല്ല. ആരും അംഗീകരിക്കാതിരിക്കുമ്പോൾ ഇവനാണ് തെറ്റിദ്ധരിച്ച് കാബേലിനെ തൊട്ട് ഒത്തിരി പേരെ ഇവൻ കൊന്നു. ഇവനെ പിറക്കാൻ സാധ്യതയുള്ള സഹോദരിമാരാന്ന് വിചാരിച്ച് നമ്മുടെ സാറായെ മച്ചിയാക്കി, നമ്മുടെ റിബേക്കയെ മച്ചിയാക്കി, റാഗേലിനെ മച്ചിയാക്കി, ഹന്നയെ മച്ചിയാക്കി, എലിസബത്തിനെ മച്ചിയാക്കി. ഇതെല്ലാം ഇവൻ ചെയ്തത് ഇവൻ്റെ തല തകർക്കുന്നവൻ ജനിക്കാൻ പാടില്ല. ഒരു സ്വത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. 2 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ മോശയുടെ കാലത്തും 2 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ ഹെരോദാവിൻ്റെ കാലത്തും കൊന്നത് ഇവൻ്റെ തല തകർക്കുന്നവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവൻ്റെ ബുദ്ധിയെ കിട്ടിയാണ് യേശുവിൻ്റെ വളർച്ച. ഇന്ന് രാത്രി ഒരുത്തനെ വളർത്താൻ ദൈവം തീരുമാനിച്ചാൽ പിശാചിന്റെ കണ്ണ് കെട്ടി നിന്നെ വളർത്തുന്ന ദൈവമാ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കണം. നിന്നെ മാനിക്കാൻ ദൈവം തീരുമാനിച്ചാൽ അവന്റെ കണ്ണ് കെട്ടി നിന്നെ വളർത്തുമെന്ന് ഉറപ്പുള്ളവര് ഈ രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ആ കാലഘട്ടത്തിൽ യോഹന്നാൻ പറഞ്ഞ പ്രസിദ്ധനായി. യോഹന്നാനും യേശുവും തമ്മിൽ 6 മാസത്തിന്റെ പ്രായ വ്യത്യാസമേ ഉള്ളൂ. 30 വയസ്സ് യോഹന്നാനും 30 വയസ്സ് യേശു ക്രിസ്തുവിന്. കന്യക ഗർഭിണിയായി കഴിഞ്ഞ ഉടനെ അത് ഉറപ്പാക്കാൻ വേണ്ടി പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരി എലിസബത്തിന് വീട്ടിൽ ചെല്ലണം. എലിസബത്തിന് ഇത് 6-ാമത്തെ മാസമാണ്. ഇത് സത്യമാണോ എന്ന് അറിയാനായിട്ട് ദൂത് കേട്ട കൃപ ലഭിച്ച മറിയ ഒരു കുന്നു കയറി ആ എലിസബത്തിനെ കണ്ടപ്പോൾ ഒറ്റ വന്ദനം പറഞ്ഞപ്പോൾ 6 മാസം അകത്ത് കിടന്ന യോഹന്നാൻ അവിടെ കിടന്ന ആത്മാവിലായി. എടാ കുഞ്ഞെ, യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ ഗർഭത്തിനകത്ത് കിടന്നാലും ആത്മാവിലാകും. അതല്ലേ എൻ്റെ പ്രത്യേകത. ഇന്ന് രാത്രി നീ അഭിഷേകത്തോടെ ഇരിക്കുന്നെങ്കിൽ ആ സാന്നിധ്യത്തിന്റെ നിറവിലാന്ന് ഓർത്ത് വേണം ദൈവത്തെ ആരാധിക്കാനായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാൻ മരുഭൂമി വളർന്നു, യേശു വളർന്നു. യോഹന്നാൻ പ്രസംഗകനായ കാലത്ത് ലോക പ്രശസ്ത സുവിശേഷകൻ എന്ന് പറയാവുന്ന ആളെ പ്രസംഗകനായ മാനസാന്തര പ്രസംഗകൻ. യോഹന്നാന്റെ പ്രസംഗത്തിൽ 10,000 തടിച്ചു കൂടുക. 10,000 കൂടിയാലും മുഖത്ത് നോക്കി കാര്യം പറയരുത്. കാരണം പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ ആഹാരക്രമം അങ്ങ് മാറ്റി. ഞങ്ങളൊക്കെ വരുന്നുണ്ടെ പ്രായം കുറഞ്ഞാലും ആൻറ്റി അച്ചായ എന്നൊക്കെ വിളിക്കും. അവർ പറയും അച്ചായെന്ന് വിളിക്കാൻ പ്രായമില്ല, ആൻറ്റി എന്ന് വിളിക്കാം. എന്നാലും ഞങ്ങളങ്ങ് വിളിക്കും. കാരണം യോഗം കഴിയുമ്പം ഷുഗറുണ്ടോ പച്ച, ചപ്പാത്തിയാണോ കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ 2 പേര് വേണ്ടേ? മിണ്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം എന്താ? പല ആൻറ്റി എന്നൊക്കെ നമ്മൾ ഒന്നും മിണ്ടുന്നില്ല. യോഹന്നാൻ ആരുടെ ആഹാരം വേണ്ട. പാറക്കിടയിൽ തേനീച്ച വെക്കുന്ന തേൻ കഴിക്കാൻ ആരും ആൻറ്റി എന്ന് വിളിക്കണം. മരത്തിനുണ്ടാകുന്ന കാ പൊളിച്ച് അതിൻ്റെ അകത്തെ പയർ പോലുള്ള അത് തിന്നാൻ വേണ്ടി ആരെങ്കിലും അച്ചായെന്ന് വിളിക്കണോ? പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് കവർ വേണ്ട, തല കുറഞ്ഞ് നിൽക്കത്തില്ല, ഒന്നും മിണ്ടുന്നില്ല. കവറും വേണ്ട, കാശും വേണ്ട, പിന്നെ അച്ചായ എന്നും ആൻറ്റി എന്നും വിളിക്കണ്ടല്ലോ. അതുകൊണ്ട് തുടങ്ങുന്നത് സർപ്പസന്തതി എന്ന് പറഞ്ഞോണ്ടാ. നല്ല ഹല്ലേലൂയ പറയണം. ഞങ്ങളൊക്കെ നിലനിൽപ്പിന് വേണ്ടിയല്ല ഇതൊക്കെ വിളിക്കുന്നത്. യോഹന്നാൻ തീർത്തു പറഞ്ഞു, സർപ്പസന്തതികളെ. അന്ന് പ്രസംഗം കഴിയുന്നുണ്ട്. നമ്മുടെ അടുത്ത് 5 സ്റ്റാർ ഹോട്ടലുണ്ട്. അവിടെ പാർസൊക്കെ ആഹാരം ഞങ്ങൾ പറഞ്ഞേക്കുവാന്ന് പറഞ്ഞ പരിപാടിയിൽ യോഹന്നാൻ നേരെ പോകുന്ന സ്നാനക്കടവില്ല. അന്ന് റിസൾട്ട് ഉണ്ടായിരുന്നു. ഓരോ പ്രസംഗം കഴിയുമ്പോൾ 100 കണക്കിന് ആൾ സ്നാനപ്പെടാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പിള്ളേർ വളർന്നിട്ട് മുക്കാൻ നമ്മൾ ഇരിക്കുക. സ്വോത്രം പറഞ്ഞില്ല. ഈ കൺവെൻഷൻ ആ കെട്ടഴിയണം. നിന്റെ സഭയ്ക്കകത്ത് സ്നാനത്തെ മുടക്കിയേക്കുന്ന ആ പോരൊക്കെ ഈ രാത്രി അഴിയണം. സന്തോഷമുള്ള കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. അപ്പൊ ഈ ശക്തമായ ജനക്കൂട്ടവും ഈ യോഹന്നാന്റെ വേഷവിധാനങ്ങളും, കയ്യിലൊരു വടി, ഒരു ഒട്ടകരോമണ ഉടുപ്പ്, അരയ്ക്കൊരു തോൽവാറ്, മുടി വളർന്നു കിടക്കുന്നു, അഗ്നി ജ്വലിക്കുന്ന കണ്ണ്, തീ പാറുന്ന നാക്ക്, ഇതെല്ലാമായപ്പോൾ പിശാചിന് സംശയം, ഇവനാണോ എൻ്റെ തലയെ തകർക്കുന്നവൻ. അപ്പോൾ ഇവൻ പോയി പ്രസംഗം കേൾക്കാൻ വേണ്ടി നിന്നപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറെടുപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ വളരണം ഞാൻ കുറയണം. അപ്പോൾ പിശാചിന് മനസ്സിലായി ഇവനല്ല, വേറെ ആരാണ്ട. സ്വതന്ത്രം. അപ്പോൾ ഇതാരാൻ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ആ യോഗത്തിൻ്റെ പുറകിൽ നിൽക്കുന്നു 30 വയസ്സുകാരൻ. അപ്പോൾ യോഗന്നെ പറഞ്ഞു, ദേ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വിശ്വസിച്ചല്ലോ, ദേ വന്നു, നോക്കിയേ, ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. അന്നാ അവനായിരിക്കും നേരിച്ച് അവിടെ പിശാച് അങ്ങോട്ട് ചെന്നുടനെ പറയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ അവനാകെ കൺഫ്യൂഷനായി. നിങ്ങളുടെ കൂടെ ഉണ്ടോ?
യോഹന്നാനെ തട്ടാമെന്ന് ചോദിച്ചു. യോഹന്നാൻ പറഞ്ഞു, ഞാനല്ല, എൻ്റെ പിന്നാലെ വരുന്നവനെ. അവൻ്റെ അടുത്ത് അവൻ പറയാണ്, സ്ത്രീകളിൽ തിരിച്ചു ഇവനെക്കാട്ടി വലിയവൻ. അപ്പോൾ ആരാ വലിയവൻ? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് പോലെ ഉലകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ തലമുറയെ ഉയർത്തണമെങ്കിൽ, നിന്റെ വഴി തുറക്കണമെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമെങ്കിൽ, ഏതവന്റെ കണ്ണുകെട്ടിയും നിന്നെ മാനിക്കാൻ കരുത്തുള്ളൊരു യേശു ഈ യോഗത്തിനൊന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് നന്നായിട്ട് അടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു സ്നാനക്കടവിൽ ഇറങ്ങി. സ്നാനം കഴിഞ്ഞപ്പോൾ ഇവന്റെ സംശയം മൊത്തം മാറി. സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ. ഇവൻ ഉണ്ണീശോ അല്ല, തച്ചന്റെ മോനല്ല, മറിയയുടെ മോനല്ല, ബയൂസബേലല്ല. ഒരു സ്വത്രം പറയണം, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. നിശ്ചയമായിട്ട് അത് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. പൈശാചിക പാളയം ഞെട്ടിയ സ്വർഗത്തിന്റെ പ്രഖ്യാപനം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ച്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശു നേരെ മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി. ആത്മാവ് ജനിച്ചവൻ, ആത്മാവ് വളർന്നവൻ, ആത്മാവ് നിറഞ്ഞ് മരുഭൂമിയിലേക്ക് പോയി. 40 രാവും 40 പകലും ഉപവസിച്ചു പ്രാർത്ഥിച്ച് പിശാചിന്റെ മേൽ ജയമെടുത്ത് 40ാമത്തെ ദിവസം ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. അന്നേരം ഒക്കെ വേണേ എവിടെ പോകാം? ബേത്ലഹേമിൽ പോകാം, ശമരിയിൽ പോകാം. പക്ഷെ കർത്താവ് പിന്നെ എവിടെ വന്നു? ഗലീലയിലേക്ക് മടങ്ങി വന്നു. താൻ പാർത്ത നസറത്തിൽ ചെന്നു. പതിവ് പോലെ ദേവാലയത്തിൽ പോയി. അപ്പൊ നമ്മളെക്കാൾ വലിയ വ്യത്യാസമുണ്ട്. കർത്താവ് എന്നും ദേവാലയത്തിൽ ഒരല്ലേ പറഞ്ഞേ? പതിവ് പോലെ അവൻ ദേവാലയത്തിൽ പോയി. ദേവാലയത്തിൽ ചെന്നിട്ട് പുസ്തകം വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. പുസ്തകം നമ്മുടെ ഇത്രയും പുസ്തകമല്ല, യെശയ്യാ പ്രവചനം തന്നെ 66 മൃഗത്തിൻ്റെ 66 തോലിൽ എഴുതിയേക്കുക. അതൊരു ചുമട്ടുകാരൻ എടുക്കാനുള്ള സാധനമുണ്ട്. അതെടുത്തുകൊണ്ട് കൊണ്ടുവച്ചു, തുറന്നു, തന്നെക്കുറിച്ച് എഴുതിയ ഭാഗം കണ്ടു, വായിച്ചു, പുസ്തകം തിരിച്ചു കൊടുത്തു. അല്ലേ പറഞ്ഞേ? നിങ്ങൾ ഇത്രയും വർഷമായിട്ട് നിങ്ങളെക്കുറിച്ച് എഴുതിയ ഭാഗം കണ്ടോ? അത് വായിച്ചിട്ട് വേണ്ടേ? അയ്യോ, നിന്റെ കയ്യിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുസ്തക ചുരുളുകളിൽ എന്നെ ഒന്ന് പറഞ്ഞേ, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി നീ മറ്റൊന്നും കണ്ടില്ലേലും നിന്നെക്കുറിച്ച് എഴുതിയത് കാണണം. നിന്റെ കുടുംബത്തെക്കുറിച്ച് എഴുതിയത്, നിന്റെ തലമുറയെക്കുറിച്ച് എഴുതിയത് ഈ പുസ്തകത്തിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ നിനക്ക് വേണ്ടിയുള്ള സ്വർഗം എഴുതിയിട്ടുണ്ട്. വിശ്വാസമുള്ളവർ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച്. ഈ പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. തന്നെക്കുറിച്ച് എഴുതിയ ഭാഗം വായിച്ചു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കൊടുക്കാനും, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും, അല്ലെ ബദ്ധന്മാർക്ക് വിമോചനം കൊടുക്കാനും, അല്ലെ പീഡിതന്മാരെ വിട്ടയപ്പാനും എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പറഞ്ഞ ഭാഗം വായിച്ച് പുസ്തകം കൊടുത്തു. എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. എപ്പോഴാണ് എല്ലാവരുടെയും കണ്ണ് യേശുവിൽ പതിഞ്ഞത്? 30 വർഷം അപ്പൻ്റെ കൂടെ പണിയാൻ പോയപ്പോഴല്ല, തന്നെക്കുറിച്ച് എഴുതിയ ഭാഗം എപ്പോൾ വായിച്ചോ അപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി നീ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നിന്നെക്കുറിച്ചുള്ള തിരുവെഴുത്ത് നീ അറിയണം. ഒരല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ കന്നി പ്രസംഗം ആരംഭിക്കുക. കന്നി പ്രസംഗം വായിച്ച വേദഭാഗത്ത് നിന്നല്ലേ പ്രസംഗിക്കണ്ടേ? പക്ഷെ പ്രസംഗിച്ചത് ലൂക്കോസ് 4:25 പിന്നെ വായിച്ചാൽ മതി. ഏലിയാവിൻ്റെ കാലത്ത് 3 ആണ്ടും 6 മാസവും ആകാശം അടഞ്ഞു. അന്ന് സരാപ്തിൽ അനേക വിധവമാരുണ്ടായിരുന്നു. ഗലീലയിൽ അനേക വിധവമാരുണ്ടായിരുന്നെങ്കിലും സരാപാത്തിലെ ഒരു വിധവ അടുക്ക മാത്രമേ ഏലിയാവിനെ അയച്ചുള്ളൂ. പ്രസംഗം തുടങ്ങുക. ഒരല്ലേ പറഞ്ഞേ? ആത്മാവിന്റെ ശക്തിയോടെ വന്നവൻ ഒരു ചരിത്രം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഏലിയാവിന്റെ കാലം. ഒരു നല്ല അല്ലേലിയ പറഞ്ഞേ? നല്ലപോലെ പറയണം.
ഇന്ന് രാത്രി പാസ്റ്റർ KV വർക്കിയുടെ കാലം ഞങ്ങളുടെ സഭയുടെ ചരിത്ര കാലഘട്ടമാണ്. ഞങ്ങളുടെ ജോൺ ബി ചെല്ലപ്പൻ പാസ്റ്ററുടെ കാലം. ഹലോ, നീ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകണം. നിന്റെ കാലമെന്ന് തലമുറ പറയുന്ന ഒരു കാലം. നല്ല സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി അങ്ങനെ ചിലരുടെ ചരിത്രം മാറാൻ പോകുകയാ. നിന്റെ കാലമെന്ന് പറയുന്ന നിന്റെ ശുശ്രൂഷ കാലഘട്ടം ജനത്തിന് മറക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ ഹല്ലേലൂയ.